ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. രോഗശാന്തിക്കും സൗഖ്യത്തിനും ആരോഗ്യത്തിനും വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറുള്ളവരാണല്ലേ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വെറുതെ അങ്ങ് പ്രാർത്ഥിക്കാതെ ഒരു ദൈവവചനം കണ്ടെത്തി പ്രാർത്ഥനയിൽ ഉരുവിട്ട് പ്രാർത്ഥിച്ചാൽ അത്ഭുതകരമായ സൗഖ്യം നടക്കും. കഴിഞ്ഞ ദിവസം ഒരു കുടുംബം ഒരു വാക്യം വെച്ച് പ്രാർത്ഥിച്ച് നടന്നൊരു സൗഖ്യത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞു. പുറപ്പാട് പുസ്തകത്തിലെ ഒരു വാക്യമാണ്, ഞാൻ നിൻ്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും, ഞാൻ സകല രോഗങ്ങളെയും നിൻ്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. ഈ വാക്യം വെച്ചവർ പ്രാർത്ഥിച്ച് ദീർഘവർഷങ്ങളായി അവരുടെ കുഞ്ഞിനുണ്ടായിരുന്ന ഒരു രോഗത്തിൽ നിന്ന് അവർക്ക് രോഗശാന്തി ലഭിച്ചു. ഞാൻ അവരോട് ഇങ്ങനെ ദിവസവും മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞോട്ടെ എന്ന് അവരുടെ പെർമിഷൻ എടുത്തു. അവർ നമ്മുടെ മെസ്സേജ് കേൾക്കുന്നവരാണ്. അപ്പം എന്നോട് പറഞ്ഞ് ധൈര്യമായിട്ട് പറഞ്ഞു, ആർക്കെങ്കിലുമൊക്കെ ദൈവിക വിടുതലുകൾ ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ സമ്മതത്തോടു കൂടിയാണ് ഈ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ ആ പറഞ്ഞ വാക്യം പുറപ്പാട് പുസ്തകം 23:25 ഇന്നത്തെ ഈ ഒരു ദൈവവചന സന്ദേശത്തിൽ ആ കുടുംബത്തിൻ്റെ അനുഭവവും അവർ എന്നോട് പറഞ്ഞ കുറച്ച് ആത്മീയമായ യാഥാർത്ഥ്യങ്ങളുണ്ട്. അത് ദൈവവചന അടിസ്ഥാനത്തിൽ വളരെ ശരിയാണെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഇതൊരു വീഡിയോ ആക്കി കേൾവിക്കാരിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിച്ചത്. കാരണം ആർക്കെങ്കിലും ജീവിതത്തിൽ അത് ഉപകാരപ്പെടുന്നെങ്കിൽ ഉപകാരപ്പെടട്ടെ. ആ വാക്യം ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു, അനുഭവം പറയാനായിട്ട് പോവുകയാണ്. അതിനുശേഷം ആ വാക്യത്തിൻ്റെ എക്സ്പ്ലനേഷൻ. കാരണം നമ്മൾ ഈ ഒരു വാക്യം കൊണ്ടുവന്ന് ഞാൻ സകല രോഗങ്ങളെയും അകറ്റും, അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും എന്ന് പറഞ്ഞൊരു ബോർഡ് മേടിച്ച്, വാക്യത്തിൻ്റെ ബോർഡ് നമ്മൾ 500-600 രൂപ കൊടുത്ത് മേടിച്ച് നമ്മൾ വീടിൻ്റെ ഭിത്തിയിലോ ഫ്രണ്ട് ഡോറയിലോ ഒന്നും അടിച്ചു വെച്ചാൽ ഒരിക്കലും നമുക്ക് രോഗം വരാതിരിക്കില്ല. വചനം പ്രവർത്തിക്കുന്ന ഒരു ആത്മീക തലം നമ്മൾ മനസ്സിലാക്കണം. ഏതർത്ഥത്തിലാണത് പറഞ്ഞിട്ടുള്ളത്, അതിന് ആ ഒരു വാക്യം മാത്രം പോരാ, അത് എഴുതപ്പെട്ട പശ്ചാത്തലം എൻ്റെ പ്രിയപ്പെട്ടവരൊന്ന് മനസ്സിലാക്കുക. ഞാൻ ആ കുടുംബത്തിൻ്റെ അനുഭവം നിങ്ങളോട് പ്രാരംഭമായിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ്. നിങ്ങൾക്കത് പ്രയോജനകരമായി തീരട്ടെ എന്ന് വിശ്വസിക്കുകയാണ്. 3 കുഞ്ഞുങ്ങളുള്ള ഒരു കുടുംബമാണ്. ജെറമി എന്ന് പറയുന്ന അവരുടെ രണ്ടാമത്തെ കുഞ്ഞ്. അവർ ബേസിക്കലി ഒരു ബഹ്റിലാണ് കുറച്ചധികം വർഷങ്ങളായിട്ട്. എനിക്ക് ആ കുടുംബത്തെ അറിയാം, നേരിട്ടറിയാം. മറ്റാരും പറഞ്ഞു കേട്ടൊരു അനുഭവമല്ലത്. ഈ ഒരു കുഞ്ഞിൻ്റെ വിഷയത്തിൽ വളരെ വർഷങ്ങളായിട്ട് അവർ ഭാരപ്പെടുകയാണ്. ഈ വിഷയത്തെക്കുറിച്ച് പണ്ട് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെ ചർച്ചിൽ തന്നെ വരുന്ന ഒരു ആൻറ്റിയുടെ മകളാണത്. പക്ഷെ അവർ വിദേശ രാജ്യത്തായതുകൊണ്ട് അവരവിടെയാണ് ദീർഘവർഷങ്ങളായിട്ട്. കഴിഞ്ഞ ദിവസം അവർ നാട്ടിൽ വന്നു. അവർ പോകുന്നതിന് മുമ്പ് കുറച്ച് സമയങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ തയ്യാറായപ്പോൾ, പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ കുഞ്ഞിൻ്റെ രോഗാവസ്ഥയെക്കുറിച്ച് ചോദിച്ചത്. മോനെ, ജെറമിക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട്? പണ്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാണല്ലോ, നമ്മളൊക്കെ പ്രാർത്ഥിച്ചാണല്ലോ, സൗഖ്യമായോ എന്നൊക്കെ ചോദിച്ചപ്പം ഒരു അത്ഭുതകരമായ കാര്യം എന്നോട് പറഞ്ഞു. ദൈവം അവനെ സൗഖ്യമാക്കി. ഞാൻ ചോദിച്ചു, എങ്ങനെ സൗഖ്യമാക്കി? എനിക്ക് എൻ്റെ ഒരു ക്യൂരിയോസിറ്റിയിലാണ് ചോദിച്ചത്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഒരു വാക്യം വെച്ച് പ്രാർത്ഥിച്ചു, ദൈവം അവന് അത്ഭുത സൗഖ്യം കൊടുത്തു. അത് കേട്ടപ്പം വീണ്ടും എനിക്ക് ആകാംക്ഷയുണ്ടായി. വാക്യം വെച്ച് പ്രാർത്ഥിച്ച് സൗഖ്യം ഉണ്ടായെന്ന് പറഞ്ഞപ്പം എനിക്ക് കുറച്ചുകൂടെ അറിയാനായിട്ടുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിട്ട് ഡീറ്റെയിൽഡായിട്ട് എന്നോടൊന്ന് പറയാമോ എന്ന് ചോദിച്ചു. അവരത് പറഞ്ഞു. വീഡിയോ എടുക്കുന്നതിന് മുമ്പ് അവരെ ഞാൻ വിളിച്ചു. ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുകയാണ്. ഒത്തിരി പേര് ദിവസവും ആയിരക്കണക്കിന് ആളുകൾ കേൾക്കുന്നുണ്ട്. അവർക്കൊന്ന് പ്രയോജനപ്പെടട്ടെന്ന് കരുതിയിട്ടാണ്. അവർ പറഞ്ഞു, ഓക്കെ, ഒരു കുഴപ്പമില്ല, പാസ്റ്റർ പറഞ്ഞു ദൈവനാമ മഹത്വത്തിന് ആയിട്ടല്ലേ എന്ന്. എന്തായിരുന്നു ആ കുഞ്ഞിൻ്റെ അസുഖം എന്ന് ചോദിച്ചാൽ, 3.5 വർഷത്തോളം ഈ കുഞ്ഞ് ഒരു ശാരീരികമായ പ്രയാസത്താൽ ബുദ്ധിമുട്ടി. അതായത് അവർ പറയുന്നത് ആഴ്ചയിൽ ഒരു ദിവസവും, മിക്കവാറും എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ കുഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ കുഞ്ഞിന് തലവേദന തുടങ്ങും, ആഹാരം കഴിക്കാൻ പറ്റാതാകും. ആദ്യം അവർക്കറിയില്ലായിരുന്നു. എന്ത് ഫുഡ് കൊടുത്താലും അത് വൊമിറ്റ് ചെയ്യും, ഡീഹൈഡ്രേഷൻ ആകും, എഴുന്നേക്കാൻ വയ്യാതെ കിടക്കും. കുറച്ച് സമയങ്ങൾ കഴിയുമ്പം ഉപ്പിട്ട കഞ്ഞിവെള്ളമോ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. പിന്നീട് ആ ഒരു സാധാരണ നിലയിലേക്ക് വരും. പിന്നെ ചില ദിവസങ്ങൾ ഇങ്ങനെ ആ ശാരീരികമായ ക്ഷീണം തുടങ്ങും. ഇത് എല്ലാ ആഴ്ചയിലും ഈ കുഞ്ഞിന് തുടർന്നു പോകുന്നു. ആയുർവേദ മരുന്നുകൾ 1 വർഷത്തോളം ആ കുഞ്ഞിന് വേണ്ടി കഴിച്ചു. ഒത്തിരി പ്രാർത്ഥിച്ചു. പല ദൈവദാസന്മാരെ കൊണ്ട് തലയെ പിടിച്ച് പ്രാർത്ഥിപ്പിച്ചു. അന്നേരം ഒന്നും പ്രതീക്ഷിക്കുന്ന തലത്തിലുള്ള ഒരു വിടുതലുകളൊന്നും ആ കാര്യത്തിൻ്റെ അകത്ത് ഉണ്ടായില്ല എന്ന് തന്നെയാണ്. അപ്പം അതിന് പറഞ്ഞൊരു കാരണം, ആ ദൈവദാസന്മാരുടെ ഒന്നും പ്രാർത്ഥനകൾ ദൈവം കേൾക്കാത്തത് കൊണ്ടല്ല. പക്ഷേ ദൈവം ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഈ പ്രാർത്ഥനകളൊന്നും വിഫലമല്ല. പക്ഷേ ദൈവം കറക്റ്റായ ഒരു കാര്യത്തിലേക്ക് ഈ പ്രാർത്ഥനകളിൽ വിടുതലിൻ്റെ സമയമായപ്പോൾ അവരെ ഗൈഡ് ചെയ്തു.
3 വർഷത്തോളം സമയം എല്ലാ ആഴ്ചയും ഒരു ദിവസം ഈ കുഞ്ഞ് സ്കൂളിൽ പോയിട്ടില്ല. ഭയങ്കരമായ മാനസികമായ സംഘർഷത്തിലും ബുദ്ധിമുട്ടിലും പോയി. ആദ്യം ഇതാണ് കുഞ്ഞിൻ്റെ അസുഖമെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. പിന്നീട് കൃത്യമായിട്ട് മനസ്സിലാക്കി. ഒത്തിരി മാനസികമായി ഒത്തിരി തളർന്നു, പ്രയാസപ്പെട്ട് ഇവരെ കടന്നു പോയിട്ടുണ്ട്. എനിക്കും അറിയാം ആ കുഞ്ഞിൻ്റെ രോഗാവസ്ഥ. അതുകൊണ്ടാണ് ഞാനും അതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ചോദിച്ചത്. അപ്പം വളരെ പെട്ടെന്ന് പറയാം. അപ്പോൾ ഏറ്റവും ഒടുവിൽ കുറച്ചു മുമ്പ് ഞാൻ ഈ പറഞ്ഞ വാക്യം, പുറപ്പാട് പുസ്തകം 23:25 വാക്യം, നിന്റെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പീൻ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയും. ഈ വാക്യം ആദ്യം ഏതോ ഒരു ദൈവദാസൻ പ്രസംഗിച്ചപ്പോൾ അവർ കേട്ടെന്നാണ് പറയുന്നത്. റെഫറൻസ് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ പല പ്രാവശ്യങ്ങളിലും ഈ ഒരു ദൈവവചനം ഈ കുടുംബത്തോട് പല സന്ദേശങ്ങളിലൂടെ ദൈവാത്മാവ് ഇടപെട്ടു. അപ്പോൾ അവർ പറയുന്നത്, ആ ഫാമിലി പറയുന്നത്, ആ ഷിബി എന്ന് പറയുന്ന ആ സിസ്റ്റർ, ആ കുഞ്ഞിൻ്റെ അമ്മയുടെ പേര് ഷിബി എന്നാണ്. അപ്പോൾ ആ സിസ്റ്റർ പറയുന്നത് പല സമയവും ഈ ഒരു വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടു. പക്ഷേ ആ വചനം കേട്ട് വിട്ടുകളഞ്ഞു എന്നുള്ളതല്ലാതെ ആ വചനം വെച്ചു പ്രാർത്ഥിക്കാനായിട്ട് അവർ തുനിഞ്ഞില്ല, അല്ലെങ്കിൽ അവർ തയ്യാറായില്ല എന്നുള്ളതാണ്. ഇപ്പം എന്നോട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ കയ്യിൽ ഇതെല്ലാം ഉണ്ട്, പക്ഷെ പല സമയത്തും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമ്മളിതിനെ ഉപയോഗിക്കുന്നില്ല. എന്നിട്ട് പറഞ്ഞത്, കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പം ആ ഒരു ദൈവിക വിടുതലിൻ്റെ സമയമായപ്പം അവരുടെ ഹൃദയത്തിൽ ശക്തമായ ഒരു ആത്മപ്രേരണയുണ്ടായി. ഈ വാക്യം പറഞ്ഞ് ആ കുഞ്ഞിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അങ്ങനെ അവർ ഈ വാക്യം പറഞ്ഞുകൊണ്ട് തന്നെ തലയിൽ കൈവച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ പറയുന്നത്, പ്രാർത്ഥിച്ചപ്പോൾ തന്നെ ആ വചനത്തിലൂടെ ഒരു അത്ഭുതകരമായ ദൈവശക്തി അവരനുഭവിച്ചെന്നും, ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞിൻ്റെ ഈ പ്രശ്നത്തിൽ നിന്ന് അത്ഭുതകരമായ രോഗശാന്തി, ഏകദേശം 3 വർഷത്തിന് ശേഷം അത്ഭുതകരമായ ഒരു രോഗശാന്തി ആ വിഷയത്തിൽ ദൈവം ആ കുഞ്ഞിന് കൊടുത്തു എന്ന് പറയുകയുണ്ടായി. രോഗശാന്തി ദൈവം കൊടുത്തു എന്നുള്ളത് സത്യമാണ്. എങ്കിലും അതിനോട് ചേർന്ന് എന്നോട് പറഞ്ഞ ചില കാര്യങ്ങൾ ഭയങ്കരമായിട്ട് എൻ്റെ ഹൃദയത്തെ ടച്ച് ചെയ്തു. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങൾ മാതാപിതാക്കന്മാർ ദൈവസന്നിധിയിൽ കുറച്ചധികം സമർപ്പിച്ചു, ഒന്നുകൂടെ ഏൽപ്പിച്ചു കൊടുത്തു, ദൈവവചനത്തിന് മുമ്പാകെ സമർപ്പിച്ചു. ഞങ്ങൾ ഗൗരവമായിട്ട് ദൈവസന്നിധി സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് ഈ ഒരു വിഷയത്തിൽ പൂർണ്ണമായ ഒരു വിടുതൽ കുഞ്ഞിന് കിട്ടിയത്. എന്നിട്ട് പറഞ്ഞത്, കുഞ്ഞുങ്ങൾക്കൊക്കെ പല പ്രയാസങ്ങൾ വരുമ്പോഴും ഞങ്ങൾ ദൈവസന്നിധിയിൽ ഞങ്ങൾ തന്നെ ഒന്ന് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ വിടുതലുകളും സൗഖ്യങ്ങളും ദൈവം ചെയ്തു. ഇതാണ് ഈ ഒരു അനുഭവ സാക്ഷി. അപ്പം ആ ഒരു ദൈവ വചനത്തിൻ്റെ ശക്തി എത്രത്തോളം വലുതാണെന്ന് പ്രിയപ്പെട്ടവരെ മനസ്സിലാക്കുക. ഇതൊരു കേട്ടറിവല്ല, നേരിട്ട് എന്നോട് ഒരാൾ പറഞ്ഞ ഒരനുഭവമായതുകൊണ്ടാണ് ഇത്രയും വർഷങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആരെങ്കിലുമൊക്കെ രോഗാവസ്ഥയിലും പ്രയാസത്തിലും ദൈവിക സൗഖ്യം ആവശ്യമുള്ള മേഖലകളിലും ഒക്കെ കടന്നു പോകുന്നവരുണ്ടാകാം. നിങ്ങളെയും കർത്താവ് വിടുവിക്കട്ടെ, സൗഖ്യമാകട്ടെ, ആരോഗ്യത്തോടും സൗഖ്യത്തോടും ക്ഷേമത്തോടും ഒക്കെ ആയിരിക്കാൻ കർത്താവ് കൃപ നൽകട്ടെ. ഈ വാക്യത്തിൻ്റെ പശ്ചാത്തലത്തിലേക്കൊന്ന് പോയി ചെറിയൊരു എക്സ്പ്ലനേഷൻ തരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ഒരു വാക്യം എഴുതപ്പെട്ട പശ്ചാത്തലം നമ്മളൊന്ന് മനസ്സിലാക്കണം. വേദപുസ്തകത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറണമെങ്കിൽ അത് ആ പുസ്തകത്തിൽ ഇരുന്നത് കൊണ്ടോ ബൈബിള് നമ്മൾ കിടക്കുന്ന കട്ടിലിൻ്റെ അടിയിൽ വെച്ചതുകൊണ്ടോ ഒന്നും സംഭവിക്കില്ല. ദൈവത്തിൻ്റെ വചനത്തെ അതിൻ്റെ വ്യവസ്ഥ മനസ്സിലാക്കി ജീവിതത്തിൻ്റെ ഭാഗമാക്കാനായിട്ട് നമ്മൾ തയ്യാറാകുക. അന്നേരമാണ് ദൈവവചനത്തിൻ്റെ അസാധാരണമായ ശക്തി അത് രോഗശാന്തിയായി, സൗഖ്യമായി, വിടുതലായി വെളിപ്പെടുന്നത്. ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഈ വാക്യം വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞ് മരണകരമായ രോഗാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നവരുടെ സാക്ഷ്യം ഒന്നല്ല പലതും കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഈ രോഗത്തെയും പ്രതിസന്ധികളെയും വചനത്താൽ തരണം ചെയ്ത ആളുകളുണ്ട്. അതിനൊക്കെ കർത്താവ് കൃപ നൽകട്ടെ.
അപ്പം അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ വാക്യത്തിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എവിടെ വെച്ച്, ആരോട്, എപ്പോൾ, എങ്ങനെ പറഞ്ഞു, ഈ ഒരു വാക്യത്തിൽ മറഞ്ഞു കിടക്കുന്ന ദൈവിക രോഗശാന്തിയും അനുഗ്രഹവും അനുഭവിക്കണമെങ്കിൽ ഒരു വ്യക്തി ചെയ്യേണ്ടത് എന്താണ്? അതിന് ഈ വാക്യം പറഞ്ഞ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം. പുറപ്പാട് പുസ്തകം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഇസ്രായേൽ ജനം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വന്നതിൻ്റെ 3-ാം മാസം അവർ സീനായി പർവ്വതത്തിലേക്ക് എത്തി. 19-ാം അധ്യായം ആരംഭിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. പുറപ്പെട്ടതിൻ്റെ 3-ാം മാസത്തിൽ അതേ ദിവസം അവർ സീനായി മരുഭൂമിയിലെത്തി. പെട്ടെന്ന് മുമ്പോട്ട് പോവുക. സീനായി മരുഭൂമിയിൽ എത്തിയതിന് ശേഷം അവിടെ യഹോവയുടെ പർവ്വതത്തിലേക്ക് കയറി ചെല്ലുവാനായിട്ട് മോശയ്ക്ക് യഹോവയുടെ കൽപ്പനയുണ്ടാകും. പർവ്വതത്തിലേക്ക് കയറിപ്പോകുന്നു. പിന്നീട് നമ്മൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, ജനത്തിൽ നിന്ന് ദൈവം ആവശ്യപ്പെട്ട ശുദ്ധീകരണം, ആര് കയറണം, ആര് കയറരുത്, ജനം ഒരുങ്ങിയിരിക്കണം, തങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം, ദൈവത്തെ സ്വീകരിക്കാനായിട്ട് ഒരു 2-3 ദിവസങ്ങളിലെ ഒരുക്കങ്ങൾ, അങ്ങനെ ദൈവം ഇറങ്ങി വരുന്നു. 20-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പം അവർക്ക് കൊടുക്കുന്ന കൽപ്പനകളാണ്. 10 കൽപ്പനകൾ 20-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നു. പിന്നീട് വരുന്ന അധ്യായങ്ങളിലൊക്കെ സാമൂഹികമായ ഒരു ജീവിതത്തിൽ, അവരുടെ ആ ഒരു സോഷ്യൽ ലൈഫിൽ സമാധാനത്തോടെ, ഐക്യതയോടെ, സന്തോഷമായിട്ട് മുമ്പോട്ട് പോകാനായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ ദൈവം അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഈ 10 കൽപ്പനകൾ തന്നെ നമ്മൾ പഠിക്കുമ്പം മനുഷ്യനും ദൈവവും തമ്മിൽ ഉള്ള ബന്ധത്തിൽ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ, പരസ്പരം അവനവൻ്റെ ശാരീരികവും മാനസികവുമായ, അതായത് മോഹം, എല്ലാവരും സന്തോഷത്തോടെ, സഹവർത്തിത്വത്തോടെ, സ്നേഹത്തോടെ ഒരുമിച്ച് ജീവിക്കണമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ ഇഷ്ടം. അപ്പം അങ്ങനെയുള്ള കൽപ്പനകളും ചട്ടങ്ങളുമൊക്കെ ദൈവം തൻ്റെ ജനത്തിന് നൽകി കൊടുക്കുകയാണ്. അങ്ങനെ നൽകി കൊടുക്കുന്ന ആ ഒരു കൽപ്പനകളും ചട്ടങ്ങളും 20, 21, 22, 23 4 അധ്യായങ്ങളിൽ നമുക്ക് കാണാനായിട്ട് പറ്റും. അതിൽ 23-ാം അധ്യായത്തിൻ്റെ 25-ാമത്തെ വാക്യമാണ് ഞാൻ ഈ പറഞ്ഞത്. നിൻ്റെ അപ്പത്തെയും വെള്ളത്തെയും ഞാൻ അനുഗ്രഹിക്കും, രോഗങ്ങളെ ഞാൻ നീക്കിക്കളയും. അങ്ങനെ തന്നെയാണ് ആ വാക്യം. നിങ്ങൾ ആ വാക്യം ഒന്ന് എടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. പക്ഷെ നമ്മളിവിടെ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യം, ആ വാക്യത്തിൻ്റെ ആരംഭം നിൻ്റെ ദൈവമായ യഹോവയെ തന്നെ സേവിപ്പീൻ, എന്നാൽ എന്ന് പറയുന്നൊരു പദം പറഞ്ഞിട്ടാണ്. അതായത് ഈ ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത് കണ്ടീഷണൽ ബ്ലെസ്സിങ് ആണ്. നമ്മൾ വേദപുസ്തകത്തിലെ അനുഗ്രഹങ്ങൾ ഇന്ന് പലർക്കും അറിയില്ല. സത്യത്തിൽ ഈ അനുഗ്രഹം എങ്ങനെ അനുഭവിക്കണം, ഇന്ന് ഈ പറയുന്ന അനുഗ്രഹവും കവിഞ്ഞൊഴുക്കുമൊക്കെ ഞാനതിലേക്ക് പോകുന്നില്ല. ഞാൻ പറഞ്ഞാൽ സാധാരണക്കാരായ ഒരുപാട് ആളുകളെ ശരിക്കും പച്ചയ്ക്ക് പറഞ്ഞാൽ വഞ്ചിക്കലാണ്. വേദപുസ്തകത്തിലെ അനുഗ്രഹങ്ങളൊന്നും അങ്ങനെയൊന്നും വെറുതെ ഒരാളിലേക്കൊന്നും വരില്ല. ഈ ഒരു ബ്ലെസ്സിങ്സ് കണ്ടീഷണൽ ബ്ലെസ്സിങ്സ് ആണ്. ദൈവത്തിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ച് നടന്നാൽ നീ അനുഗ്രഹിക്കപ്പെടും. നടന്നാൽ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്, ന്യൂ ടെസ്റ്റ്മെൻറ്റ്, ഓൾഡ് കവനൻറ്റ്, ന്യൂ കവനൻറ്റ്, ഇതെല്ലാം ഉടമ്പടിയിൽ അധിഷ്ഠിതമാണ്. ഈ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഈ ഉടമ്പടിയിൽ കുറച്ച് മാർഗനിർദ്ദേശങ്ങളുണ്ട്. അത് അംഗീകരിക്കാനായിട്ട് ഓരോരുത്തരും കടപ്പെട്ടവരാണ്. നമ്മൾ ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും ദൈവം അനുഗ്രഹിക്കില്ല. ദൈവം നമ്മളെ അനുഗ്രഹിക്കണമെങ്കിൽ ദൈവം ഒരാളിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ആ വ്യക്തി അനുസരിക്കാൻ ബാധ്യസ്ഥനാണ്. നീ എൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ച് നടന്നാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അനുസരിച്ചില്ലെങ്കിലോ അനുഗ്രഹിക്കത്തില്ല. നിനക്ക് ദീർഘായുസ് ഉണ്ടാകേണ്ടതിന് നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക. അതിൻ്റെ അർത്ഥം എന്തുവാ? അപ്പനെയും അമ്മയും ബഹുമാനിച്ചില്ലെങ്കിൽ തോന്നുന്നത് പോലെ ജീവിച്ചാൽ ആയുസ് കുറയും. കൽപ്പനകളും ചട്ടങ്ങളും അനുസരിച്ച് നടന്നാൽ ആയുസ്സുണ്ടാകും, ഈ അനുഗ്രഹങ്ങളുണ്ടാകും. അപ്പം അനുസരിച്ച് നടക്കണം. നീ എൻ്റെ വഴികളിൽ നടക്കണം. എങ്ങനെയും ജീവിച്ചിട്ട് ഈ അനുഗ്രഹങ്ങളെല്ലാം കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും കിട്ടില്ല. പുതിയ നിയമത്തിലും അങ്ങനെ തന്നെയാണ്. ശരിക്കും രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ യേശുവിനെ രക്ഷകനും കർത്താവുമായി ഒരു വ്യക്തി അംഗീകരിക്കുകയാണ്. നമുക്കറിയാം രക്ഷ എന്ന് പറയുന്നത് യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുന്നു,
ദൈവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്നു. ഇതും ഒരു ഉടമ്പടിയുടെ ഭാഗമാണ്. എന്താണ് ആ ഉടമ്പടി? യേശു മാത്രമാണ് എൻ്റെ കർത്താവ്. എൻ്റെ ജീവിതത്തിൽ മരണം വരെ, അല്ലെങ്കിൽ കർത്താവിൻ്റെ മടങ്ങി വരവ് വരെ എനിക്കിനി കർത്താവല്ലാതെ മറ്റാരും എൻ്റെ ജീവിതത്തിൽ കർത്തൃത്വമില്ല. ശരിക്കും ഈ ഒരു വാക്യത്തിൻ്റെ അന്തസത്ത നമുക്ക് പലപ്പോഴും മനസ്സിലാകാറില്ല. കാരണം നമുക്ക് പീഡനങ്ങളും പ്രശ്നങ്ങളും ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷേ ഈ പീഡിപ്പിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോകുമ്പം നമ്മളോട് ചോദിക്കുകയാണ്, യേശു നിന്റെ കർത്താവാണോ? ആണ്. അല്ലെന്ന് പറ. അപ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് അല്ലെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ലെന്ന്. അങ്ങനല്ല. മനുഷ്യൻ്റെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ വിശുദ്ധ ദൂതന്മാരുമായി വരുമ്പോൾ തള്ളിപ്പറയുമെന്നല്ലേ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പല സമയത്തും നമ്മളിതിൻ്റെ അർത്ഥത്തെക്കുറിച്ചോ ആഴമായ ചിന്തകളിലേക്കോ നമ്മൾ പോകുന്നില്ല. ഒരു വ്യക്തി യേശുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച്, അത് ജലസ്നാനമായിക്കൊള്ളട്ടെ, അത് കർത്താവിനോടുള്ള ബന്ധത്തിൽ മുമ്പോട്ട് പോകുന്ന ഏത് കാര്യമായിക്കൊള്ളട്ടെ, ഇതെല്ലാം ഒരു ഉടമ്പടിയുടെ ഭാഗമാണ്. പഴയ ഉടമ്പടി രക്തം തളിച്ചായിരുന്നെങ്കിൽ പുതിയ ഉടമ്പടിയും രക്തം തളിച്ച് തന്നെയാണ്. ആ രക്തം കാൽവറിയിൽ കർത്താവായ യേശു ക്രിസ്തു ചൊരിഞ്ഞ പരിപാവനമായ രക്തത്താലാണ്. അപ്പം ഇവിടെ ഞാൻ നിൻ്റെ രോഗങ്ങളെ സൗഖ്യമാക്കും, അല്ലേ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. എപ്പോൾ അനുഗ്രഹിക്കും? ഇസ്രായേലേ, നീ എൻ്റെ കൽപ്പനകൾ അനുസരിച്ച് നടക്കുമ്പോൾ, നീ എൻ്റെ വഴികളിൽ നടക്കുമ്പോൾ, ഞാൻ പറഞ്ഞത് നീ അനുസരിക്കുമ്പോൾ, നിൻ്റെ ഹൃദയം മറ്റുള്ള അന്യദേവന്മാരിലേക്ക് തിരിയാതെ ഞാൻ നിന്നോട് പറഞ്ഞതനുസരിച്ച് അതിനനുസരിച്ച് നീ നിൻ്റെ ജീവിതം ക്രമപ്പെടുത്തി മുമ്പോട്ട് പോകുമ്പോൾ, ഞാൻ നിനക്ക് രോഗമുണ്ടായാലും ഞാനത് നിനക്ക് സൗഖ്യം തരും. നീ ആവർത്തന പുസ്തകം 28-ാം അധ്യായം 1 മുതൽ 10, 12, 11 വരെയുള്ള വാക്യങ്ങൾ അനുഗ്രഹത്തിൻ്റെ വാക്യങ്ങളാണ്. എല്ലാവരും വാദോരാതെ പറയുന്ന വാക്യങ്ങളാണ്. പക്ഷേ അനുഗ്രഹത്തേക്കാൾ കൂടുതൽ ശാപങ്ങൾ ആ 28-ാമത്തെ അധ്യായത്തിലുണ്ടെന്ന് ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാകും. 10, 12 വാക്യങ്ങൾ വരെ അനുഗ്രഹം പറഞ്ഞിട്ട് ബാക്കിയുള്ള വാക്യങ്ങൾ മുഴുവനും അനുസരണക്കേടിൻ്റെ അനുഗ്രഹത്തേക്കാൾ കൂടുതൽ ശാപമാണെന്ന് എനിക്ക് തോന്നാറുണ്ട് 28-ൽ. പക്ഷെ നമ്മൾ പലപ്പോഴും ബോധപൂർവം ആളുകളുടെ ഇഷ്ടത്തിന് വേണ്ടി, അല്ലെ നമ്മളത് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ആദ്യത്തെ വാക്യങ്ങൾ പറഞ്ഞങ്ങ് വിടും. അടുത്ത വാക്യങ്ങൾ അവിടെ എഴുതിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്. ആവർത്തന പുസ്തകം 28-ൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ, നിന്റെ ദൈവമായ യഹോവയുടെ കൽപ്പനകളും ചട്ടങ്ങളും നീ അനുസരിക്കാതെ നടന്നാൽ യഹോവ നിന്നെ കപ്പൽ കയറ്റി നീ ഒരിക്കലും വരില്ല എന്ന് പറഞ്ഞ, നീ ഒരിക്കലും കാണില്ല എന്ന് പറഞ്ഞ പഴയ മിസ്രയീം ദേശത്തിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്നെ അടിമയായിട്ട് വിൽക്കാൻ നിർത്തും. വാങ്ങാൻ ആരും ഉണ്ടാകത്തില്ല. ആവർത്തനം 28-ൻ്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യമാണ്. അപ്പം ശരിക്കും ഈ ഒരു വാക്യത്തിൻ്റെ പൂർണ്ണത ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ നിവർത്തിക്കപ്പെട്ടു. AD 70-ൽ തീത്തോസ് കൈസർ എന്ന് പറയുന്ന വ്യക്തി വന്ന് ഇസ്രായേലിനെ ഉപരോധിച്ചതിന് ശേഷം 6 മാസത്തോളമാണ് ഉപരോധിച്ചതിന് ശേഷം യഹൂദ ബാലന്മാരെ എല്ലാം പിടിച്ചുകൊണ്ടുപോയി അടിമച്ചന്തയിൽ ലക്ഷക്കണക്കിന് യഹൂദന്മാരെയാണ് അടിമച്ചന്തയിൽ വിൽക്കാൻ നിർത്തിയത്. അന്ന് അവരെ ആർക്കും വേണ്ടായിരുന്നു. ആവർത്തനം 28-ൻ്റെ ഏറ്റവും ഒടുവിലത്തെ ആ ശാപം അത് നിവർത്തിക്കപ്പെട്ടു. വളരെ ഗൗരവമായിട്ട് നമ്മളിത് മനസ്സിലാക്കണം. ഇത് പല സമയങ്ങളിലും മറച്ചു വെച്ചുകൊണ്ട് സത്യമായി ദൈവവചനം പ്രസംഗിക്കാതെ ഇരിക്കുമ്പോൾ ഭയപ്പെടാനായിട്ടല്ല ഞാൻ പറഞ്ഞത്. ഈ ഒരു വാക്യത്തിൻ്റെ വ്യാഖ്യാനം ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞിരുന്നല്ലോ. ദൈവവചനം പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇത് മുഴുവനായിട്ട് കേൾക്കാം. അപ്പം ശ്രദ്ധിക്കുക പ്രിയമുള്ളവരെ, വളരെ വേഗത്തിൽ ഞാൻ മുമ്പോട്ട് പോവുകയാണ്. അപ്പം 23-ാം അധ്യായത്തിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം 24-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യഹോവ പിന്നെയും മോശയോട്, നീയും അഹറോനും നാദാബും അബീഹുവും എല്ലാം കയറി വരിക, ജനത്തിൻ്റെ മുമ്പാകെ ഈ നിയമത്തിൻ്റെ പ്രമാണങ്ങൾ വായിച്ച് കേൾപ്പിക്കാൻ പറഞ്ഞു. ഈ കണ്ടീഷൻസ് എല്ലാം അവരെ കേൾപ്പിക്കണമെന്ന് പറഞ്ഞു. ഇല്ലേ? ദൈവം പറഞ്ഞു. അങ്ങനെ തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഈ വചനത്തിലെ ന്യായങ്ങളും എല്ലാം ജനത്തെ അറിയിച്ചു, എല്ലാം പറഞ്ഞു കേൾപ്പിച്ചു. നമ്മൾ ഈ ലോൺ എടുക്കാനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ പോകുമ്പോൾ ഒരു കണ്ടീഷനും നമ്മൾ കേൾക്കാറില്ല. ഇനി ഞാൻ എവിടെയാണ് ഒപ്പിടേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മളെല്ലായിടത്തും ഒപ്പിടും. പക്ഷെ നമ്മൾ ഇതിൻ്റെ ഒരു കണ്ടീഷൻസ് നമ്മൾ അറിയാതെയാണ് ഒപ്പിടുന്നത്. പക്ഷെ ദൈവം അങ്ങനെയല്ല, എല്ലാം പറഞ്ഞു കൊടുത്തു. നിങ്ങൾ ആ 24 ശ്രദ്ധാപൂർവം വായിച്ച് കേട്ടപ്പോൾ യഹോവ കൽപ്പിച്ചിരിക്കുന്ന സകല കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുമെന്ന് ജനമൊക്കെയും
ഏക ശബ്ദത്തിൽ ഉത്തരം പറഞ്ഞു. കണ്ടോ? അപ്പോൾ ഇതെല്ലാം പറഞ്ഞു, ഞങ്ങളിത് കേൾക്കാമെന്ന് പറഞ്ഞു. മോശ യഹോവയുടെ വചനങ്ങളേക്ക് എഴുതി, നിയമരക്തം അവരുടെ മേൽ തളിച്ചു, ഉടമ്പടി ചെയ്തു, ദൈവത്തോടെ എത്തി. 24 മുഴുവനും അങ്ങനെയാണ്. ദൈവത്തെ കണ്ടു, ഭക്ഷണപാനീയങ്ങൾ കഴിച്ചു, അവർക്ക് ദോഷകരമായതൊന്നും സംഭവിച്ചില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്? ഞാൻ ആ പറഞ്ഞ വാക്യത്തിൻ്റെ തന്നെ ഒരു എക്സ്പ്ലനേഷനാണ് ഈ പറയുന്നത്. അതായത് ദൈവം പറയുന്നതിനെ അനുസരിക്കാനും അംഗീകരിക്കാനും തയ്യാറാകുക എന്നുള്ളതാണ്. ഇപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞല്ലോ ഈ ഉരുവിട്ട് പ്രാർത്ഥിക്കേണ്ടുന്നൊരു വാക്യം. ആ ഒരു വാക്യത്തിൻ്റെ പൂർണ്ണമായൊരു എക്സ്പ്ലനേഷനാണ് ഞാൻ പറയുന്നത്. നമുക്ക് സൗഖ്യവും ആരോഗ്യവും ഒക്കെ ഉണ്ടാകാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്നെന്നും ദൈവത്തിന് വേണ്ടി ജീവിക്കാനുള്ള സമർപ്പണത്തോടെ നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് സൗഖ്യം കിട്ടാൻ വേണ്ടി മാത്രമല്ല, കർത്താവേ ഇനി ഒരു ആയുസ്സ് ദൈവം തന്നാൽ അങ്ങയുടെ കൽപ്പനകൾ ഞാൻ അനുസരിച്ചോളാം, അങ്ങേക്ക് വേണ്ടി ഞാൻ ജീവിച്ചോളാം. വെറും രോഗശാന്തി മാത്രമല്ല, എന്നാൽ രോഗശാന്തി നമ്മുടെ അവകാശമാണ്. അങ്ങനെ യഥാർത്ഥമായി ദൈവവചനത്തെ കൈക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകാം. ഈ വാക്യം എഴുതപ്പെട്ട പശ്ചാത്തലവും ഏകദേശം നിങ്ങൾക്കൊരു ധാരണ കിട്ടിയെന്ന് മനസ്സിലായി. ഈ വാക്യം ഉരുവിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. സൗഖ്യവും വിടുതലും ആശ്വാസവും ഒക്കെ ദൈവം തരട്ടെ. എല്ലാവരും സന്തോഷമായിട്ട് തന്നെ മുമ്പോട്ട് പോകട്ടെ. ദൈവഹിതപ്രകാരം കർത്താവ് നമുക്ക് വേണ്ടി എല്ലാ കാര്യവും നന്നായി ചെയ്യട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.